തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി അടുപ്പത്തേക്കൊന്ന് വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ അളവിൽ മാത്രം എണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഏതെണ്ണയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നല്ലതുപോലെ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു സവാള. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് സമയം നമ്മളിട്ട് വഴറ്റേണ്ടെന്ന ആവശ്യമില്ല. ചെറിയ രീതിയിൽ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാവും. ഏകദേശം ഒരു 30 സെക്കൻഡ് മാത്രം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു 30 സെക്കൻഡോളം ആയിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി. ഈ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ നമുക്ക് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇതുപോലെ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഞാനിപ്പോൾ ഇതുപോലെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് തക്കാളിക്കുള്ളിലുള്ള ആ പൾപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 തക്കാളി തന്നെ ധാരാളം മതിയാവും. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് ക്യാപ്സിക്കം കൂടി. ക്യാപ്സിക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതുപോലെ ചെറിയ രീതിയിൽ ഞാനിതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മുടെ തക്കാളിയൊക്കെ വെന്തുടഞ്ഞു പോകണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ ഇതിലേക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തത് തന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ ഈ മസാല കൂട്ടിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇതുവരെയും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരുപാട് മസാലകളുടെ ഒന്നും ആവശ്യമില്ല. ഇത്രയും മസാലകൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഈ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ലൈറ്റായിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് തന്നെ ചേർത്ത് കൊടുക്കാം. അതല്ലാതെ വേറെ പച്ചമുളകൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ ഏകദേശം സ്റ്റെപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു ബൗളിലേക്കൊന്ന് മാറ്റാം. നമ്മുടെ മസാല കൂട്ടെല്ലാം ഞാനിപ്പോൾ ഒരു ബൗളിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നന്നായിട്ട് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങും കൂടിയാണ്. ഒരു 3 ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അതിനുശേഷം ഒരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കട്ടയൊന്നും ഇല്ലാതെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് 1 സ്പൂൺ നിറയെ മൈദാമാവും അതുപോലെ തന്നെ 1 സ്പൂൺ നിറയെ കോൺഫ്ലോറും കൂടി. ഇതിപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് മാത്രം നമുക്ക് പിന്നീട് മാവ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും കൂടിയാണ്. അപ്പോൾ ആ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മസാല കൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങിനും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരല്പം ബട്ടറും കൂടി. ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. ബട്ടറും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ ബട്ടറും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചീസും കൂടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിലുള്ള ചീസ് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്. കയ്യിലേക്ക് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മിക്സ് ഒന്ന് കയ്യിലേക്ക് എടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഒന്ന് ബോൾ പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അതിനുശേഷം ഇതിൽ നിന്ന് ഓരോ ചീസായിട്ട് ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു കട്ട്ലേറ്റിൻ്റെയൊക്കെ ഒരു ഷേപ്പിലാണ് ഇതിപ്പോൾ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് പോലെ തയ്യാറാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു റോളിൻ്റെ ഷേപ്പ് അങ്ങനെ ചെയ്തെടുക്കാം. നമുക്ക് എന്താണോ എളുപ്പമായിട്ടുള്ളത് അങ്ങനെ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത്. റോൾ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് കൈക്കൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കും. നല്ലതുപോലെ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാവും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുത്തതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് കോട്ടിങ് കൂടി കൊടുക്കണം. കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്കൊന്ന് മുട്ടയുടെ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ബ്രെഡ് ക്രംസ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. മൈദാമാവിൻ്റെ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് തന്നെ നേരിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ എണ്ണ ഫസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ടാവണം. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നിന്നും ഒരല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്ത് വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഫ്ലെയിം നമ്മൾ കൂട്ടി വെക്കരുത്. കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് ബ്രെഡ് ക്രംസ് ആയതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്ന് കളർ മാറിപ്പോകും. പക്ഷേ അകം കുറച്ച് മോയ്സ്ചറായി തന്നെ ഉണ്ടാവും. അങ്ങനെയല്ല നമുക്കിത് കിട്ടേണ്ടത്. അതിൻ്റെ പേരിലാണ് ഞാൻ നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം പറയുന്നത്. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കളർ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ലതുപോലെ രണ്ട് സൈഡും ഒന്ന് കളറ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. നമ്മളിത് ചീസൊക്കെ വെച്ച് തയ്യാറാക്കുന്നതിന് പേരിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഉറപ്പായിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ചൂടോട് കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ടൊമാറ്റോസ് മാത്രം മതിയാവും. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.